എം.ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമാ രംഗത്തെ സമസ്ത മേഖലയിൽ നിന്നുള്ളവരും കോഴിക്കോട്ടെത്തി. എം.ടിയുടെ ഹൃദയത്തിൽ ഇടം കിട്ടിയതാണ് സിനിമാ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമെന്ന് നടൻ മമ്മൂട്ടി അനുസ്മരിച്ചു. ഒരു യുഗപ്പൊലിമ മങ്ങി മറയുകയാണെന്നാണ് നടൻ മമ്മൂട്ടി അനുസ്മരണക്കുറിപ്പിൽ പറഞ്ഞത്. മലയാള സിനിമയുടെ ഹൃദയതാളമായിരുന്ന എം.ടിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ സിനിമാ രംഗത്തെ പ്രമുഖർ കോഴിക്കോട്ടെ സിത്താരയിലെത്തി. മോഹൻലാൽ, സിദ്ദിഖ്, സുരാജ് വെഞ്ഞാറമൂട്, വിനീത്, ഹരീഷ് കണാരൻ, പ്രേംകുമാർ, ശ്യാമപ്രസാദ്, കമൽ, ലാൽ ജോസ്, സത്യൻ അന്തിക്കാട്, ഹരിഹരൻ, രഞ്ജി പണിക്കർ, ലിബർട്ട് ബഷീർ അടക്കം മലയാള സിനിമയിലെ ചെറുതും വലുതുമായ പ്രതിഭകൾ എം.ടിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. നടൻ വിനീത് ഇന്നലെ മുതൽ തന്നെ എം.ടിയുടെ വീട്ടിലുണ്ടായിരുന്നു. എം.ടിയുടെ കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെട്ട കുട്ടിയേട്ടത്ത് വിലാസിനി എം.ടിയുടെ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. നടൻ മോഹൻലാൽ, സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ള സിനിമാ രംഗത്തെ പ്രമുഖർ എം.ടിയെ അനുസ്മരിച്ചു. എം.ടി. വാസുദേവൻ നായർ ഒരു തരത്തിലുള്ള വിശേഷണങ്ങളും അദ്ദേഹത്തെ വിവരിക്കാൻ പര്യാപ്തമാവത്തില്ല. കാരണം മലയാള സാഹിത്യത്തിന്, മലയാളി സംസ്കാരത്തിന് ഇത്രയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള മറ്റൊരു എഴുത്തുകാരൻ നമുക്കില്ല. അദ്ദേഹത്തിൻ്റെ അഭാവം നമ്മുടെ മലയാളത്തിൻ്റെ നഷ്ടമാണെന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ, ഒരു ചലച്ചിത്രകാരൻ, അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ സൃഷ്ടിച്ചെടുത്ത ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചൊരാളാണ്. എഴുത്തുകാരനാവാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ, എഴുത്തുകാരൻ എന്ന് തന്നെത്താൻ വിചാരിക്കുന്നവരാകട്ടെ, എഴുത്തുകാരൻ എന്ന് അംഗീകരിക്കപ്പെട്ടവരാകട്ടെ, അവരെല്ലാവർക്കും എം.ടി. വാസുദേവൻ സാറിൻ്റെ എഴുത്തുകളെ ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന വികാരങ്ങൾ പലതരപ്പെട്ടതാണ്. ബഹുമാനവും അസൂയയും ഭയവും സ്നേഹവും തോന്നും. എം.ടി. സാറിൻ്റെ നിർമാല്യം കാണാറുണ്ടായി. എനിക്ക് സിനിമയോടുള്ള പ്രേമം, മോഹം ഒരു ചെറിയ വിളക്കാണെങ്കിൽ അതിനെ അഗ്നികുണ്ഡമാക്കിയത് നിർമാല്യം ചിത്രമാണ്. വിട പറഞ്ഞ് അയക്കുന്നത് സാധാരണ സാമാന്യ മനുഷ്യരെയാണ്. എം.ടി. സാർ തൻ്റെ സാഹിത്യങ്ങളോടൊപ്പം ഇന്നും പല 100 വർഷങ്ങൾ നമ്മുടെ കൂടെ, നമുക്ക് ശേഷം ജീവിച്ചിരിക്കും. വിട പറയാൻ മനസ്സില്ല സാറേ, ക്ഷമിക്കുക. എം.ടിയുടെ യോഗത്തോടുകൂടി ഒരു യുഗം അവസാനിക്കുകയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എം.ടിയുടെ ഒക്കെ കാലത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു, സാർ ഇങ്ങനെ പെരുന്തച്ചലിൽ ഞാൻ വന്ന കാര്യം ഓർക്കുന്നുണ്ടോ സാർ? ഞാനിങ്ങനെ ഭാവചിത്ര ജയകുമാറിനെ വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇങ്ങനെ സിനിമയിൽ 1-2 സുഹൃത്തുക്കൾ പറഞ്ഞിട്ടാണ് മനോജിനെ വിളിക്കുന്നത്, വന്നാൽ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞു സിനിമയിലെ സുഹൃത്തുക്കളാണ് നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത്? ഞാനാണ് അവരോട് പറഞ്ഞത് താങ്കളെ ഇടാൻ. അത് അന്ന് വരെയുള്ള ഞാൻ പറഞ്ഞിരുന്ന ഇന്റർവ്യൂവിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് കുറെ കാലം മുമ്പ് വരെ, ഇപ്പൊ പഴശ്ശിരാജയ്ക്ക് മുമ്പ് വരെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര സത്യം വന്ന് കിട്ടുകയായിരുന്നു. കാരണം എം.ടി. സാറാണ് എന്നെ ചൂസ് ചെയ്തെന്ന്. അപ്പൊ അത് എന്താ പറയുക, ഇതിപരമ ഒരു പുണ്യം, ഒരു എന്താ, അതെനിക്ക് കിട്ടാനില്ല. പൂർണ്ണ ആശീർവാദത്തോടെ എന്നെ അനുഗ്രഹിച്ച് സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയ എൻ്റെ ഗുരുനാഥൻ, തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു പൂർണ്ണ ആശീർവാദവും അനുഗ്രഹവും കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നത്. എം.ടി. സാറിൻ്റെ 8 ചിത്രങ്ങൾ അഭിനയിക്കാനുള്ള സൗഭാഗ്യം എനിക്കുണ്ടായി. അതിൽ ഓരോന്നും പഠനാനുഭവങ്ങളായിരുന്നു. നമ്മൾ മലയാളികൾക്ക് നമ്മുടെ നാടിൻ്റെയും ഭാഷയുടെയും സിനിമയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ എല്ലാം അഭിമാനവും അടയാളവുമായിട്ടുള്ള മഹത് വ്യക്തിത്വമാണ് ശ്രീ എം.ടി. സാർ. സാഹിത്യ ലോകത്ത് മാത്രമല്ല, സിനിമ എന്ന കലയുടെ സമസ്ത മേഖലകളിലും അറിവും പ്രാവീണ്യവും അടയാളം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ദേഹവിയോഗം ചെയ്തിട്ടുള്ളത്. പകരം വയ്ക്കാൻ ആളില്ലാത്ത വ്യക്തി എന്നൊക്കെ ഒട്ടും ആലങ്കാരികമല്ലാതെ നമുക്ക് പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം. തീരാത്തൊരു നഷ്ടമാണ് സാഹിത്യത്തിനും സിനിമയ്ക്കും മറ്റ് സാംസ്കാരിക മുഖങ്ങളിലെല്ലാം. എം.ടിയുടെ വേർപാട്
നമുക്ക് കേരളത്തിനും നാടിനാകെ വല്ലാത്തൊരു നഷ്ടമാണ് വരുത്തിവെച്ചത്. നാടകലോകത്തും സിനിമാ ലോകത്തും സാഹിത്യ ലോകത്തും എല്ലാം വളരെ നഷ്ടമാണ് ഉണ്ടായത്. ശരിക്കും മലയാളിയുടെ ഒരു കാലം നിശ്ചലമാവുകയാണ്. MT മലയാളിയെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു കഥാകാരൻ മാത്രമല്ലല്ലോ, മലയാളിയുടെ ജീവിതത്തെ തന്നെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരു എഴുത്തുകാരനുണ്ടോ എന്ന് സംശയമുണ്ട്. എൻ്റെ ഗുരുസ്ഥാനീയനായ സിനിമയിലെ ഏറ്റവും തലമുതിർന്ന കാരണവരായ MT സാറിൻ്റെ വിയോഗം എന്നെപ്പോലെ തന്നെ ഓരോ മലയാളിയും ഈ വിയോഗത്തിൽ നൊമ്പരപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം.